നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ജീവന് വിലപേശുന്ന മനുഷ്യരോ എന്ന വീഡിയോ നാം കണ്ടു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഈ വീഡിയോ എല്ലാ മനുഷ്യരും കാണേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് മാത്രമല്ല, ഏവരും ഏറെ ഇഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അത് മറ്റൊന്നുമല്ല, ഐസ്ക്രീം എന്നതാണ്. ഐസ്ക്രീം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പോകാം വീഡിയോയിലെ. സഹൃദയരെ, ഐസ്ക്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെയാണ്. ഐസ്ക്രീമിന് അല്പായുസ് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് മനുഷ്യരും. അങ്ങനെയുള്ള ഐസ്ക്രീം മറ്റ് ഐസ്ക്രീമുകളോട് ചെയ്യുന്ന ചതിയും വഞ്ചനയും അഴിമതിയും ചൂഷണവും കൊടും ക്രൂരതകളും അതിൻ്റെ ഭവിഷ്യത്തുകളും തുറന്നു കാട്ടുന്ന അതിപ്രധാനമായ വീഡിയോ ആണ് ഇത്. മനുഷ്യത്വം, സ്നേഹ, ബഹുമാന, ആദരവ്, സത്യസന്ധത എന്നിവ പരസ്പരം പുലർത്തിയാൽ ഏവരും പരസ്പരം ഇഷ്ടപ്പെടുന്ന സ്വാദേറിയ ഐസ്ക്രീമിന് തുല്യമാണ്. മറിച്ചായാൽ അത് തണുത്ത് വെള്ളമായാലോ അതിന് ഐസ്ക്രീം എന്ന് പറയില്ല. എന്ന് മാത്രമല്ല, ആരും അത് ഇഷ്ടപ്പെടുകയും ഇല്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സർക്കാർ സംവിധാനം എല്ലാ മനുഷ്യരെയും ഐസ്ക്രീം തണുത്ത വെറും വെള്ളമാക്കി മാറ്റിയിരിക്കുകയാണ്. ആരിലും ഇന്ന് മനുഷ്യത്വം, പരസ്പര സ്നേഹ, ബഹുമാനമോ സത്യസന്ധതയോ കണി കാണാൻ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ജനക്ഷേമ സേവന സംരക്ഷണത്തിൻ്റെ മറയിൽ നടക്കുന്നതും നടത്തുന്നതും ജനചൂഷണ അഴിമതികൾ നിറഞ്ഞ ജനദ്രോഹ കൊള്ളയാണ്. ജനങ്ങൾ ഇത് ചോദ്യം ചെയ്താൽ അവരെ അടിച്ചമർത്താൻ വേണ്ടി ഉള്ള സംവിധാനമാണ് പോലീസിൻ്റേത്. പോലീസിനിത് അറിയില്ലേ? തീർച്ചയായും അറിയാം. അവരെ പോറ്റുന്ന സർക്കാരിന് വേണ്ടി അവർ സർക്കാരിനെ അനുസരിക്കുന്നു എന്ന് മാത്രം. ജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ സർക്കാരിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ മാത്രമാണ് ജുഡീഷ്യറിയും പോലീസ് സംവിധാനങ്ങളും. സമാധാന, സമത്വ, സന്തോഷ ജീവിതമോ ജനക്ഷേമ സേവന സംരക്ഷണമോ സർക്കാരിൻ്റെ ലക്ഷ്യമല്ല. ജനങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തി ചൂഷണം ചെയ്ത് അടക്കി ഭരിച്ച് വിലസുക എന്ന കാഴ്ചപ്പാടിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 10% ധനികരും 90% ദരിദ്രരും. എന്നാലും ജനങ്ങൾ പഠിക്കില്ല. ഇതിൻ്റെ മറ്റൊരു തെളിവാണ് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും. കൊറോണ എന്ന മഹാമാരിയെ തുരത്തുവാൻ പാത്രം കൊട്ടുകയും വിളക്ക് കൊട്ടുകയും ചെയ്ത വിഡ്ഢികളാണ് നമ്മുടെ ജനങ്ങൾ. അതിനാൽ ജനങ്ങൾ തന്നെ അവരുടെ അസ്ഥിവാരം തോണ്ടുകയാണ്. ഒരു മനുഷ്യനും കള്ളനോ കൊള്ളക്കാരനോ കൊലയാളിയോ ഭീകരനോ ഭീകരവാദിയോ ആയി ജനിക്കുന്നില്ല. അതുപോലെ രാജ്യം പിടിച്ചടക്കാനും ആരും ജനിക്കുന്നില്ല. അതിനാൽ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ ആവശ്യം ഇല്ല. ഇതെല്ലാം മനുഷ്യരെ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുവാൻ വേണ്ടി മാത്രമുള്ള സർക്കാരിൻ്റെ ഭീകരവാദമാണിത്. ജനങ്ങൾ ഇത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ മനുഷ്യരും കണ്ണു തുറന്ന് കാണുക, മനസ്സിലാക്കുക. ഭൂമിയിൽ എൻ്റെ രാജ്യം, നിൻ്റെ രാജ്യം, നിങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ രാജ്യം, നമ്മളുടെ രാജ്യം എന്ന വേർതിരിവില്ല. അങ്ങനെ വേർതിരിക്കാനും കഴിയില്ല. ഭൂമി ഒന്നാണ്, അത് എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്നാണ് ഭൂപ്രകൃതി നിയമവും സത്യവും. ഇത് മനുഷ്യൻ അനുസരിക്കാത്തതിൻ്റെ
ദുഃഖദുരിതങ്ങളാണ് ഇന്ന് മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എന്തുമേതും എല്ലാം സുലഭമാണ്. അവന് ജീവിക്കുവാൻ പണത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഏടാകൂട കപട സംവിധാനമാണ് പണം. 2029 മുതൽ ലോകത്ത് ആദ്യമായി പണം ഇല്ലാത്ത, ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സന്തോഷാനന്ദ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുവാനാകുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ ULMൻ്റെ ലക്ഷ്യം. എല്ലാ ജനങ്ങളും ഇതിനായി ഈ പാർട്ടിയിൽ അണിചേരൂ, വിജയിപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.